കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാമത്തെ അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ ദൈവം യഥാർത്ഥമായി ഭൂമിയിൽ വസിക്കുമോ? സ്വർഗത്തിലും സ്വർഗാദി സ്വർഗങ്ങളിലും നീ അടങ്ങുകയില്ലല്ലോ. പിന്നെ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിൻ്റെ അടങ്ങുന്നത് എങ്ങനെ എന്ന് ശലോമൻ ഞാൻ പറയുകയാണ്. പ്രിയ ദൈവമക്കളെ, നാം ദൈവത്തിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് പറയുന്നത്, ദൈവത്തിന് വലിയൊരു ആലയം, ഒരുപാട് പണങ്ങൾ ചിലവാക്കി കെട്ടി. പക്ഷേ തന്നെ ആരാധിച്ച് പ്രാർത്ഥിച്ച് സ്തുതിച്ചതിന് ശേഷം ദൈവത്തിൻ്റെ മഹത്വത്തിനെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ തമ്മിൽ പറയുകയാണ്, ഈ മാനാദി മാനങ്ങളിലും കൊള്ളാത്ത നിൻ്റെ ആ ഒരു മഹത്വം, അല്ലെങ്കിൽ നിൻ്റെ ആ ഒരു ശക്തി എങ്ങനെ ഞാൻ കെട്ടിയ ഈ ആലയത്തിനകത്ത് ഒതുങ്ങും എന്ന്, അങ്ങനെ ഭൂമിയിൽ അങ്ങനെ വാസം ചെയ്യുമോ എന്നൊക്കെ ദൈവത്തോട് ചോദിക്കണം. പ്രിയ ദൈവ പൈതലേ, നാം ദൈവസന്നിധി ഇന്ന് അറിയേണ്ട ഒരു കാര്യം ഇതാണ്: നാം ചെയ്യുന്ന കാര്യങ്ങളിൽ, അല്ലെങ്കിൽ നാം ചെയ്യുന്ന ചെറിയ കാണിക്കകളിൽ, അല്ലെങ്കിൽ നാം ചെയ്യുന്ന കെട്ടുന്ന സഭകളിൽ, അല്ലെങ്കിൽ നമ്മുടെ ചില പ്രവർത്തനങ്ങളിൽ മാത്രം ഒതുങ്ങുന്നവനാണോ നമ്മളെ ദൈവം എന്ന് നാം ചിന്തിക്കണം. നമ്മൾ പറയും, ദൈവമേ നീ അത് ചെയ്തതാ എങ്കിൽ ഞാൻ ഇത് ചെയ്തു തരാം, അല്ലെങ്കിൽ കർത്താവേ നീ എന്നെ ഈ വഴിയിൽ നടത്തിയാൽ ഞാൻ നിർബന്ധം നിനക്ക് വേണ്ടി ജീവിക്കാം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ദൈവത്തോടു കൂടെ തന്നെ ഉടമ്പടി ചെയ്യുന്നവരുണ്ട്. പ്രിയ ദൈവ പൈതൽ, അതല്ല. വാനാദി വാനങ്ങളിലും കൊള്ളാത്ത ആ ഒരു ദൈവത്തിൻ്റെ യഥാർത്ഥ ആ ഒരു ശക്തിയെ നാം മനസ്സിലാക്കണം. നാം എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും കർത്താവോട് നാം ഒരു ഹൃദയപൂർവ്വം അണഞ്ഞിരുന്നാൽ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുവാനായിട്ട് കൃപയാലെ ദൈവം നമുക്കത് ചെയ്തു തരും. അല്ലാതെ നമ്മുടെ ഒരു വീര്യപ്രവർത്തികൾ കൊണ്ടോ, അല്ലെങ്കിൽ ഒരു ആലയം കെട്ടിപ്പണിതത് കൊണ്ടോ, അല്ലെങ്കിൽ നാം മറ്റ് പല പാവപ്പെട്ടവർക്ക് എന്തെങ്കിലുമൊക്കെ വിതറി കൊടുത്തത് കൊണ്ടോ, പലർക്കും പല വീടുകൾ വെച്ച് കൊടുത്തത് കൊണ്ടോ ഒന്നും യഥാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ ആ ഒരു അനുഗ്രഹത്തെ പ്രാപിപ്പാൻ നമുക്ക് കഴിയത്തില്ല. അത് നമുക്ക് പണമിരിക്കുന്നു നാം ചെയ്യുന്നു. പക്ഷേ ദൈവത്തിൻ്റെ കൃപയിൽ നാം നിൽക്കണമെങ്കിൽ ദൈവത്തിൻ്റോട് കൃപ ആവശ്യമായിരിക്കുന്നു. യാചിച്ച് വാങ്ങുകയും വേണം. ആ ഒരു മഹത്വം നാം ഉൾക്കൊള്ളുമ്പോൾ കർത്താവിൻ്റെ ആ ഒരു വലിയ ഒരു പ്രസന്നത നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നമുക്ക് ദൈവരാജ്യത്തിൽ ചെന്ന് ചേരുവാൻ സാധിക്കും. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ, കർത്താവേ, അപ്പോൾ ദൈവമേ, ഈ ഭൂലോകത്തിലും കർത്താവേ, അതോ ലോകത്തിൽ ഒരിടവും കർത്താവെ കൊള്ളാത്ത ദൈവത്തിൻ്റെ ആ ഒരു മഹിമ കർത്താവെ ഇന്ന് ഞങ്ങളോട് കൂടെ കർത്താവെ ഞങ്ങളുടെ ഭവനത്തിൽ, ഞങ്ങളുടെ കൊച്ചു ഹൃദയങ്ങളിൽ വന്ന് തങ്ങിയിരിക്കുന്ന കൃപയ്ക്കായി നന്ദിയുള്ള ഹൃദയത്തോട് നിന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നപ്പാ. ഞങ്ങളുടെ ജീവിത യാത്രയിൽ അന്ത്യത്തോളം ഞങ്ങളെ കരം പിടിച്ച് നടത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.